ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. അതായത് 5 വർഷം മുന്നേ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂ മെമ്പേഴ്സിനെയാണ് കാണിക്കുന്നത്. അവിടെ റെഡ് ലൈറ്റ് സൈറൻ മുഴങ്ങാണ്, ഡോഴ്സ് ഒക്കെ ക്ലോസ് ആവുകയാണ്. അതായത് ആരോ സ്റ്റേഷൻ ഷട്ട് ഡൗൺ ആക്കിയിട്ടുണ്ട്. ഈ സൈറൻ കേൾക്കുമ്പോൾ എല്ലാ ക്രൂ മെമ്പേഴ്സും മെയിൻ സെന്ററിൽ എത്താൻ വേണ്ടിയിട്ട് ഓടുകയാണ്. ഈ സമയത്ത് സോങ്ജോന്റെ ചേച്ചിയെ കാണിക്കുന്നുണ്ട്. ഇവർ നോക്കുന്ന സമയത്ത് തെർമോ റെഗുലേറ്ററിന് കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞ് അവിടെയുള്ള ഗ്രീൻ ലൈറ്റ് ഒക്കെ റെഡ് ആവുകയാണ്. അതുപോലെ ക്യാപ്സ്യൂള് പൊട്ടിയിട്ട് വെള്ളം പോകുന്നുണ്ട്. അതൊരു വിത്തിൽ വീണിട്ട് ചെടി വളരുന്നത് കാണിക്കുന്നുണ്ട്. അതായത് ഡാറ്റ സ്റ്റോറേജിന്റെ അടിയിൽ ചെടി വന്നത് എങ്ങനെയാണെന്ന് ഈ സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാ ഡോഴ്സും ക്ലോസ് ആവുകയാണ്. അതായത് അവിടേക്ക് ഒരു ഗ്യാങ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് ഡയറക്ടർ തന്നെയാണ്. അതായത് ഡയറക്ടർ കിമ്മിനോട് ചോദിക്കുകയാണ്, ബാൽഹി സ്റ്റേഷനിലെ ക്രൂ മെമ്പേഴ്സിൽ ആരെങ്കിലും രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇത് കേൾക്കുമ്പോൾ കിമ്മിനൊന്നും മനസ്സിലാവുന്നില്ല. അതായത് ആ ആളുകളെ അയച്ചിരിക്കുന്നത് ഡയറക്ടറാണ്. സോ ഇവിടെ വെച്ചിട്ട് ഈ സീരീസിന്റെ ഫൈനൽ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ സ്റ്റേഷനിൽ വെള്ളം മൊത്തം വെന്റിലേറ്ററിലൂടെ പാസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ ടൈമിൽ ലാബിൽ നിൽക്കുന്ന ഡോക്ടർ പറയുന്നുണ്ട്, ഈ കുട്ടിയിൽ മാത്രം ലൂണാർ വാട്ടർ റിയാക്ട് ചെയ്യാത്തത് അവളുടെ ബോഡിയിലുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് ആയിരിക്കും. ഇത് കേൾക്കുമ്പോൾ സോങ്ജോൺ പറയുകയാണ്, അന്ന് ഇവിടെ ഉണ്ടായിരുന്ന റിസർച്ചേഴ്സ് ഈ വാട്ടർ ഹ്യൂമൻ ബോഡിയിൽ റിയാക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരിലെ ജനിതക മാറ്റങ്ങൾ വരുത്തൽ, സെൽ ഫ്യൂഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇരയാണ് ഈ കുട്ടി. ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി തന്നെയാണ്. അത് ശരി, അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റേഷൻ അടച്ചുപൂട്ടിയത്. ലൂണാർ വാട്ടർ തിരിച്ചെത്തിക്കുന്നതിനേക്കാൾ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ മറച്ചു വെക്കാനാണ് അവർ നോക്കിയത്. ഈ കാര്യങ്ങൾ പുറത്തറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് അവർക്കറിയാം എന്ന് ഡോക്ടർ പറയുകയാണ്. പക്ഷേ ഒരു മിഷന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മിഷന്റെ കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പാടില്ല എന്നാണ്. അത് കുറ്റകരമാണെന്ന് ചീഫ് പറയുമ്പോൾ ഇവിടെ നടന്നതൊന്നും പറഞ്ഞില്ലെങ്കിൽ മുകളിലുള്ളവർ നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്ന? ഇനിയുള്ള കാലം നമ്മൾ കൂടി നിരീക്ഷണത്തിലായിരിക്കും. ഇവിടെ മരിച്ച ക്രൂ മെമ്പേഴ്സിനെ പോലെ നമ്മളും ഇവിടെ കടന്ന് മരിക്കേണ്ടി വരും. ഇതൊക്കെ ഡോക്ടർ ദേഷ്യത്തിൽ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ സോങ്ജോൺ പറയുകയാണ്, അതുകൊണ്ടല്ലേ ഡയറക്ടർ എന്നെ ചൂസ് ചെയ്തത്. ഇപ്പോഴാണ് അവരെന്തിനാണ് ഈ മിഷൻ എന്നെ ചൂസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായത്. എൻ്റെ ചേച്ചി ചീഫ് ആയി ഈ മിഷനിൽ ചെയ്ത ക്രൂരതയൊന്നും ഞാൻ പുറത്തു പറയില്ല എന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. ഈ ടൈമിൽ ക്യാപ്റ്റൻ തിരിച്ചു വരികയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണം, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. എഞ്ചിനീയർ രക്ഷപ്പെടുന്ന സമയത്ത് മുകളിൽ നിന്ന് വെള്ളം ലീക്കായി വന്നിരുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് ഉടനെ തന്നെ സോങ്ജോൺ അവളുടെ കയ്യിൽ നോക്കുകയാണ്. അവളുടെ കാഴ്ചയൊക്കെ മങ്ങി തുടങ്ങുന്നു. ഇവളാകെ ടെൻഷൻ അടിക്കുന്നത് കണ്ടിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഇവൾ അവിടെ നിന്നും ഓടി ലാബിൽ കയറി ഡോർ ക്ലോസ് ചെയ്യുന്നു. ഇവർ ഡോർ ഓപ്പൺ ആക്കാൻ പറയുന്നുണ്ടെങ്കിൽ ഇവൾ അത് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ഇവൾ വോമിറ്റ് ചെയ്തു തുടങ്ങുകയാണ്. അതായത് ലൂണാർ വാട്ടർ ഇവളിൽ ഇൻഫെക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇത് കാണുമ്പോൾ ഇവർക്ക് ആകെ കൺട്രോൾ പോവുകയാണ്. അതിനുശേഷം അവളുടെ ബോധം പോവുകയാണ്. ഈ ടൈമിൽ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ഫ്ലാഷ് ബാക്ക് വീണ്ടും കാണിക്കുകയാണ്. അന്നത്തെ ക്രൂ മെമ്പേഴ്സ് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അതിൽ കുറച്ച് പേർക്ക് ഈ വാട്ടർ ഇൻഫെക്റ്റ് ആവുന്നുണ്ട്. ഡോർ ഓപ്പൺ ആക്കാൻ വേണ്ടി ഇവരവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ അവിടെ വന്നിട്ടുള്ള ഗ്യാങ് വെടിവെച്ചിട്ട് അവരെ ഡോറിന്റെ ഉള്ളിലേക്ക് ആക്കുകയാണ്. എന്നിട്ട് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം അവരവിടെ നിന്നും പോകുന്നതാണ്. നെക്സ്റ്റ് കാണിക്കുന്നത് ബോധം തിരിച്ചു വരുന്ന സോങ്ജോനെയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ സോങ്ജോൻ അവളുടെ കയ്യിൽ നേരത്തെ ലൂണ കടിച്ച പാട് കാണുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, അവളുടെ ജീൻ ഒരു ആന്റിബയോട്ടിക്കായി റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ. നിന്റെ ബോഡിയിൽ വെള്ളം വിഘടിക്കുന്നത് കുറഞ്ഞു. എനിക്ക് തോന്നുന്നത് അവൾക്ക് നമ്മളെ എല്ലാവരെയും രക്ഷിക്കാൻ കഴിയുമെന്നാണ്. ഈ ടൈമിൽ കിം ക്യാപ്റ്റനെ വിളിച്ച് നിങ്ങളെ തിരിച്ചെത്തിക്കാനുള്ള സ്പേസ് ഷിപ്പ് ഓർബിറ്റിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ ടൈമിൽ അവിടെ വേറൊരു സ്പേസ് ഷിപ്പ് കണ്ടു എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ RXന്റെ ആവുമെന്ന് ചീഫ് പറയുകയാണ്. അതായത് എഞ്ചിനീയറെ കൊണ്ടുപോകാൻ വന്നതായിരിക്കും അത്. ഞങ്ങൾക്ക് സാമ്പിൾ എടുക്കാൻ കുറച്ചുകൂടി ടൈം ആവശ്യമാണ്. അവരുടെ സ്പേസ് ഷിപ്പ് ലാൻഡ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ലാഗ് ആക്കാൻ ക്യാപ്റ്റൻ കിമ്മിനോട് പറയുന്നുണ്ട്. ഈ ടൈമിൽ സോങ്ജോൻ അവിടേക്ക് വന്ന് ലൂണയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുക എന്ന് കിമ്മിനോട് ചോദിക്കുമ്പോൾ ലൂണ വാട്ടറോ ലൂണ 073 എന്ന് പറയുന്നതൊന്നും തന്നെ ഒഫീഷ്യലായിട്ട് ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അവളെ നാഷണൽ ഡിഫൻസിലേക്ക് മാറ്റും. അതുപോലെ ഗവൺമെന്റ് ലൂണാർ വാട്ടറിന്റെ എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്യും. കിമ്മിന്റെ മറുപടി കേട്ട് സോങ്ജോൻ പറയുകയാണ്, ലൂണാർ വാട്ടർ ഇപ്പോഴും അൺസ്റ്റേബിൾ ആണ്. അത് ഭൂമിയിലേക്ക് കൊണ്ടുവന്നാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ ലൂണയെ അവരൊരു പരീക്ഷണ വസ്തു മാത്രമായിട്ട് ഉപയോഗിക്കും. ഈ സമയത്ത് ക്യാപ്റ്റൻ ഞാൻ റിക്വസ്റ്റ് ചെയ്ത കാര്യം എന്തായി എന്ന് കിമ്മിനോട് ചോദിക്കുകയാണ്. എന്ത് റിക്വസ്റ്റ് എന്ന് സോങ്ജോൻ ചോദിക്കുമ്പോൾ കിമ്മ് പറയുകയാണ്, ക്യാപ്റ്റൻ എന്നോട് ഡയറക്ടറേക്കാൾ മുകളിലുള്ള ഓഫീസേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ലൂണാർ വാട്ടറും ലൂണയും വീണ്ടും യൂസ് ചെയ്യാതിരിക്കാൻ. SSCയിലെ ഒരുപാട് ആളുകൾ ഇതിനെതിരാണെങ്കിലും ഡയറക്ടർക്ക് പൊളിറ്റിക്കലായി നല്ല പവർ ഉള്ളതുകൊണ്ട് അവരെ പേടിച്ച് ആരും മുന്നോട്ട് വരുന്നില്ല. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും കഴിയുന്നില്ല. എന്നാലും നിങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും ഒരു പ്ലാൻ ഉണ്ടാക്കാമെന്ന് കിമ്മ് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ സോങ്ജോൻ പറയുന്നു, ഭൂമിയിലല്ലേ സേഫ് അല്ലാത്തതുള്ളൂ. ഞാൻ ലൂണയെ IISBയിലേക്ക് കൊണ്ടുപോകും. അതായത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ബയോളജി. ഭൂമിയുടെ പുറത്തുള്ള ഇവരുടെ തന്നെ ഒരു സ്പേസ് സെന്റർ ആണത്. അവിടെ എന്തായാലും ഇവർ സേഫ് ആവും. നെക്സ്റ്റ് കാണിക്കുന്നത് ഡോക്ടർ ആ സാമ്പിൾസ് ഒക്കെ ഒരു കിറ്റിൽ എടുത്തു വെച്ചുകൊണ്ട് പറയുകയാണ്, സൂചാൻ മരിച്ചത് എന്തുകൊണ്ടാണെന്ന് ആളുകൾ അറിയണം. അപ്പോൾ ക്യാപ്റ്റൻ ഒരു ലൊക്കേഷൻ ട്രാക്കർ ലൂണയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സോങ്ജോനോട് പറയുകയാണ്, ഒരു പക്ഷേ നമുക്കിത് ആവശ്യം വരും. ക്യാപ്റ്റൻ തന്നെ അത് ലൂണയ്ക്ക് കൊടുക്കാൻ സോങ്ജോൻ പറയുന്നു. ക്യാപ്റ്റൻ ലൂണയുടെ അടുത്ത് പോകുമ്പോൾ ആദ്യം അവൾ സമ്മതിക്കുന്നില്ല. പക്ഷേ പിന്നീട് അവൾ അവളുടെ കാലുകൾ കാണിച്ചു കൊടുക്കുകയാണ്. ക്യാപ്റ്റൻ ഇത് അവളുടെ കാലിലിടുന്ന സമയത്ത് ആളുടെ ബോഡി ക്യാമിലെ ആ സ്റ്റിക്കർ ലൂണ കാണാണ്. അത് ക്യാപ്റ്റന്റെ മകൾ കൊടുത്തതാണ്. ഇത് മുന്നത്തെ ഒരു സീനിലും കാണിച്ചിട്ടുണ്ട്. ഇത് കൊടുക്കുന്ന സമയത്ത് മോള് പറയുന്നുണ്ട്, ഞാനും അച്ഛൻ്റെ കൂടെ വരട്ടെ, എനിക്ക് മൂണിനെ കാണണം. ഞാൻ ഈ മിഷന് ശേഷം മോളുടെ അടുത്തുനിന്ന് എവിടേക്കും പോവില്ല എന്ന് ക്യാപ്റ്റൻ പറയുന്നതൊക്കെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുകയാണ്. ക്യാപ്റ്റൻ അങ്ങനെ ആ സ്റ്റിക്കർ ലൂണ
ലൂണയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ സ്റ്റേഷന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഗേറ്റ് 7ലേക്ക് പോവുകയാണ്. ഈ ടൈമിൽ സോങ്ജോൺ പറയുന്നുണ്ട്, ഇവളെ ഭൂമിയിലേക്ക് കൊണ്ടുപോയ പാവം അതൊരു ലാബിൽ കിടന്ന് മരിക്കും, ആളുകൾ അങ്ങനെയൊന്നും ലൂണാർ വാട്ടർ കൈവിടില്ല. ഇത് കേൾക്കുമ്പോൾ ക്യാപ്റ്റൻ പറയുകയാണ്, അവൾ എവിടെ പോയാലും ഇത് തന്നെയാണ് സംഭവിക്കുക. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് ഭൂമിയിലേക്കാണ്. നിങ്ങൾ ഇവിടെ നടന്ന തെറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണോ എന്ന് സോങ്ജോൺ ചോദിക്കുമ്പോൾ, എൻ്റെ മകൾക്ക് വേണ്ടി എനിക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ, ഞാനിപ്പോൾ അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഈ സമയത്ത് നിലത്ത് കിടക്കുന്ന ലൂണയെ എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. അടിയിലൂടെ ലൂണാർ വാട്ടർ ഒഴുകുന്നുണ്ട്. ആ മാറ്റം ഇവൾക്ക് ഫീൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഈ ടൈമിൽ സ്റ്റേഷനിലെ വെന്റിലേറ്ററിന്റെ ഡോറൊക്കെ ഓപ്പൺ ആയിട്ട് വെള്ളം ഒഴുകി തുടങ്ങിയിരിക്കും. ഈ സമയത്ത് ലൂണ അവിടെ നിന്നും ഓടി മാറി നിൽക്കുന്നത് കണ്ട് സോങ്ജോൺ പറയുകയാണ്, അവളുടെ പിന്നാലെ നമ്മളോട് വരാനാണ് അവൾ പറയുന്നത്, ആ വഴിക്കല്ല നമുക്ക് പോകേണ്ടത്. മറ്റൊരു വഴി ചൂണ്ടിക്കാണിച്ച് ചീഫ് പറയുകയാണ്, ഇതിലെ പോയാലാണ് ഗേറ്റ് 7ലേക്ക് പെട്ടെന്ന് എത്തുക. അവളെ തിരിച്ചു വിളിക്കാനും പറയുന്നുണ്ട്. അവൾ ആ വഴിക്ക് പോകുന്നതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകും, നമുക്ക് അവളെ ഫോളോ ചെയ്യാമെന്ന് സോങ്ജോൺ പറയുമ്പോഴേക്കും ഇവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം ശക്തിയിൽ പ്രവഹിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ ലൂണയെ ഫോളോ ചെയ്യുന്നുണ്ട്. അവിടെ മൊത്തം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇവർ ഓടി കടന്നുപോയ വഴിയിലൂടെ ഒക്കെ തന്നെ വെള്ളം നിറയുന്നുണ്ട്. ഇവർ ജസ്റ്റ് ലെക്കിനാണ് ഓടി രക്ഷപ്പെടുന്നത്. അങ്ങനെ ഇവർ വളരെയധികം ഫാസ്റ്റ് ലൂണയെ ഫോളോ ചെയ്ത് ഓടിയൊരു വിധത്തിൽ ലാസ്റ്റ് ഡോറിൻ്റെ അവിടെ എത്തി ഡോർ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ അവർ എഞ്ചിനീയറെ കാണുകയാണ്. ഇപ്പോൾ ഇവർ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ നെക്സ്റ്റ് ഡോറിലാണ് ഇവർക്ക് എത്തേണ്ടത്. എഞ്ചിനീയർ ആണെങ്കിൽ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. കാരണം ഈ വാട്ടർ ഇവൻ്റെ ബോഡിയിൽ പതുക്കെ പതുക്കെ ഇൻഫെക്റ്റ് ആയിട്ട് അൺകോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ പാതി ബോധത്തിൽ ഗണ്ണ് പിടിച്ചിട്ട് ഗേറ്റ് 7 അവിടെ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. ഈ ടൈമിൽ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, നിന്റെ ബോഡിയിൽ ലൂണാർ വാട്ടർ ഇൻഫെക്റ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നീ എല്ലാം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഈ സമയത്ത് ഇവൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എൻ്റെ കൺമുന്നിൽ മൊത്തം ഇപ്പോൾ അവരുടെ ഫേസാണ്, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല ഞാനത് ചെയ്തത്. അതിനുശേഷം ഇവൻ സോങ്ജിയോനോട് കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുകയാണ്. മരണം ഇങ്ങനെ മുന്നിൽ കാണുന്ന സമയത്ത് ഇവൻ്റെ ഡയലോഗ് അടി കേട്ടിട്ട് ഡോക്ടർക്ക് ദേഷ്യം വന്നിട്ട്, നീ എന്തേ കാണിക്കുന്നത്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്ത് കിടക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് 5 വർഷം മുന്നേ ഇവിടുത്തെ ക്രൂ മെമ്പേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ വന്നിരുന്ന ഗ്യാങ്ങിൽ ഈ എഞ്ചിനീയറും ഉണ്ടായിരുന്നു. മെമ്പേഴ്സ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവനോടാണ് ഡോർ അടയ്ക്കാൻ പറയുന്നത്. ആദ്യം ഇവൻ മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഇവനാണ് ആ ഡോർ ക്ലോസ് ചെയ്യുന്നത്. ഈ മിഷന് വന്നതിന് ശേഷമാണ് ഇവന് മനസ്സിലായത് സോങ്ജോന്റെ സിസ്റ്റർ ആ ക്രൂ മെമ്പേഴ്സിൽ ഉണ്ടായിരുന്നുവെന്ന്. അതുകൊണ്ടാണ് ഇവനിപ്പോൾ മാപ്പ് ചോദിക്കുന്നത്. ഈ ടൈമിൽ ഇവന്റെ കഥയൊക്കെ കേട്ടു നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ ചീഫ് വെള്ളം വന്ന ഡോറിന്റെ ചില്ല് പൊട്ടാറായത് കാണുമ്പോൾ ഇവനെ തുരുതുരാന്ന് വെടിവെക്കുന്നു. ഈ ടൈമിൽ എഞ്ചിനീയർ ഒരു ഷോട്ട് ചീഫിന്റെ വയറിൽ കിട്ടുന്നുണ്ട്. ക്യാപ്റ്റൻ വന്ന് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ചീഫ് പറയുകയാണ്. ഈ ടൈമിൽ ഇൻഫെക്റ്റ് ആയിട്ട് എഞ്ചിനീയർ വൊമിറ്റ് ചെയ്യുന്നത് ഇവർ കാണുകയാണ്. ഇവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും കിടന്ന ഗേറ്റ് ക്ലോസ് ആക്കുന്നു. അതിനുശേഷം പുറത്തെത്തി ഓക്സിജൻ ബാഗൊക്കെ റീചാർജ് ചെയ്യുകയാണ്. ഈ ടൈമിൽ ചീഫ് അവിടെ വീഴുകയാണ്. എന്നാലും ക്യാപ്റ്റൻ ആൾക്ക് സ്യൂട്ടും മാസ്കൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഒന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ടൈമിൽ നേരത്തെ സൂച്ചാന്റെ കയ്യിൽ കണ്ട അതേ ബ്രേസ്ലെറ്റ് ചീഫിന്റെ കയ്യിലും കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചീഫ് മരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ക്യാപ്റ്റന് ഭയങ്കര വിഷമം വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കാനൊന്നും ഇവരുടെ കയ്യിലധികം സമയമില്ല. ആള് വേഗം പോയിട്ട് ഡോർ ഓപ്പൺ ആക്കാൻ നോക്കുന്നു. ആ സമയത്ത് ഡോറിൽ എറർ എന്ന് കാണിക്കുകയാണ്. ഡോർ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ക്യാപ്റ്റൻ തിരിഞ്ഞു നോക്കുമ്പോൾ സോങ്ജോൻ ലൂണയെ ആ സ്പേസ് സ്യൂട്ടും മറ്റും ഇട്ട് കൊടുക്കുന്നത് കാണുകയാണ്. ആള് ഭയങ്കര ഡൗട്ട് അടിച്ച് അവിടെ നിൽക്കുകയാണ്. ഓക്സിജൻ ബാഗൊക്കെ റീചാർജ് ചെയ്ത ശേഷം സോങ്ജോനും ഡോക്ടറും നോക്കുമ്പോൾ ക്യാപ്റ്റനെ അവിടെ കാണുന്നില്ല. പുറത്തേക്കുള്ള ഡോറും തുറന്നിട്ടില്ല. അപ്പം എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ പ്രഷറും ഗ്രാവിറ്റിയും ഒക്കെ അധികമായതുകൊണ്ടാണ് ഡോർ ഓപ്പൺ ആക്കാൻ പറ്റാഞ്ഞത്. സോ ഡോർ ഓപ്പൺ ആക്കണമെങ്കിൽ അത് രണ്ടിൻ്റെയും അളവ് കുറയ്ക്കണം. അതാണെങ്കിൽ ഉള്ളിൽ ചെന്ന്, അതായത് ഇവർ വന്ന വഴിയിൽ തിരിച്ചു പോയി ഉള്ളിൽ ചെന്നിട്ട് വേണം ചെയ്യാൻ. സോ ക്യാപ്റ്റൻ ഉള്ളിൽ ചെന്ന് ഡോർ അടച്ച ശേഷം അതിൻ്റെ രണ്ടിൻ്റെയും അളവ് കുറയ്ക്കുകയാണ്. വെള്ളമാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്യാപ്റ്റൻ ഈ അളവ് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ മാത്രമേ തിരിച്ച് അങ്ങോട്ട് കിടക്കാൻ പറ്റത്തുള്ളൂ. സോ ആൾ ഇവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് രക്ഷിക്കാൻ നോക്കുകയാണ്. ഈ ടൈമിൽ സോങ്ജോൻ കരഞ്ഞ് ക്യാപ്റ്റനോട് തിരിച്ചു വരാൻ പറയുന്നുണ്ട്. നിങ്ങൾ പൊക്കോളൂ, ഞാൻ പിന്നാലെ വരാമെന്നാണ് ക്യാപ്റ്റൻ അപ്പോൾ പറയുന്നത്. പക്ഷെ സോങ്ജോൻ സമ്മതിക്കുന്നില്ല. കാരണം അവൾക്ക് അറിയാം അത്രയും നേരമൊന്നും ആ വെള്ളം പിടിച്ചു നിൽക്കില്ല, ഒഴുകിയെത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ക്യാപ്റ്റനോട് കരഞ്ഞുകൊണ്ട് തിരിച്ചു വരാൻ പറയുകയാണ്. നിങ്ങൾ മകൾക്ക് വേണ്ടിയല്ലേ ഈ മിഷന് വന്നത്, അവൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ സോങ്ജോൻ പറയുമ്പോൾ ക്യാപ്റ്റൻ പറയുകയാണ്, നീ ലൂണയെ നന്നായി നോക്കണം, അവൾ എവിടെ പോയാലും നീ അവളുടെ കൂടെ ഉണ്ടാകണം. അപ്പോഴേക്കും ശക്തിയിൽ വെള്ളം ക്യാപ്റ്റന്റെ നേരെ വരികയാണ്. ഒന്നും ചെയ്യാൻ കഴിയാൻ്റെ മറുവശത്ത് സോങ്ജോൻ നിൽക്കുന്നു. ഡോർ അപ്പോഴേക്കും ഓപ്പൺ ആവുന്നുണ്ട്. പക്ഷെ ലൂണയെ അവിടെ കാണുന്നില്ല. ഇവർ രണ്ടുപേരും പുറത്ത് കടന്ന് ഓടുകയാണ്. ഈ ടൈമിൽ നേരത്തെ ലൂണയ്ക്ക് ഇട്ടുകൊടുത്ത ഓക്സിജൻ മാസ്ക്, സ്യൂട്ട് ഒക്കെ അവിടെ ചിതറിക്കിടക്കുന്നത് സോങ്ജോൻ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സ്റ്റേഷന്റെ ഉള്ളിൽ നിന്നും വരുന്ന ആ വെള്ളം ഇവരെ തട്ടിത്തെറിപ്പിക്കുകയാണ്. ഇവർക്ക് കാര്യമായിട്ടൊന്നും പറ്റുന്നില്ല. കാരണം പുറത്തു വന്ന ആ വെള്ളം മുകളിലെ അറ്റ്മോസ്ഫിയറിൽ ഐസായിട്ട് മാറുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും രക്ഷപ്പെടുന്നു. അതിനുശേഷം സോങ്ജോൻ ലൂണയെ നോക്കുകയാണ്. അവൾ കുറച്ചങ്ങ് മാറി ഒരു പാറയുടെ മുകളിലായിട്ട് ഒരു ഓക്സിജൻ മാസ്കിന്റെയും സ്യൂട്ടിന്റെയും സാന്നിധ്യം ഇല്ലാണ്ട് നിൽക്കുന്നതാണ് ഇവർ കാണുന്നത്. ഇത് ശരിക്കും ഇവരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ലൂണാർ വാട്ടർ, അതായത് മൂണിലെ വാട്ടർ അവളിൽ അത്രയ്ക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സോങ്ജോൻ നോക്കുമ്പോൾ ലൂണ അവിടെ നിന്നും ഇറങ്ങിയിട്ട് ഒരു ചെറിയ പാറയുടെ അടുത്ത് പോകുന്നതാണ് കാണുന്നത്. നോക്കുമ്പോൾ അവിടെ ക്യാപ്റ്റൻ കിടക്കുന്നുണ്ടായിരുന്നു.
വന്നതായിരിക്കും. ആളാ വെള്ളത്തിൽ തെറിച്ചു വന്നതായിരിക്കും. ലൂണ നേരത്തെ അവൾക്ക് തന്ന ആ ബോഡി ക്യാമ ക്യാപ്റ്റന്റെ നേരെ നീട്ടുന്നു. ഇത് കാണുമ്പോൾ ആളുടെ കണ്ണിൽ വെള്ളം വരുന്നുണ്ട്. പതുക്കെ ആ ഓക്സിജൻ മാസ്കിന്റെ ലൈറ്റ് ഓഫ് ആവുകയാണ്. അതായത് ക്യാപ്റ്റനും മരിക്കുന്നു. ഇത് നോക്കി നിൽക്കുന്ന സോങ്ജോനും ഡോക്ടറും പെട്ടെന്നൊരു വെളിച്ചം കണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ അവരെ രക്ഷിക്കാനുള്ള സ്പേസ് ക്രാഫ്റ്റ് വന്നതായിരിക്കും അത്. പിന്നീട് കാണിക്കുന്നത് ഒരു വോയിസ് ക്ലിപ്പാണ്. സർവൈവേഴ്സിനെ കിട്ടി, സാമ്പിൾസ് സുരക്ഷിതമാണെന്നൊരാൾ പറയുമ്പോൾ കിം അവരുടെ കണ്ടീഷൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനും പറയുന്നു. ഈ വോയിസിലൂടെ ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നു.